Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss what are the advantages of accounting standards and the disadvantages of accounting standards. Today we are going to discuss advantages and disadvantages of accounting standards. Let's start advantages of accounting standards or objectives or importance or need or purpose of accounting standards. Okay, അപ്പോൾ അഡ്വാൻറ്റേജസ് ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻസ് നീഡ് പർപ്പസ് എന്നൊക്കെ പറയുമ്പോൾ ഇനി മിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന പോയിൻറ്റ്സുകൾ പഠിച്ചാൽ മതിയാവും. ഓക്കെ, ഫസ്റ്റ് വൺ എലിമിനേഷൻ ഓഫ് വേരിയേഷൻസ് ഇൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. എലിമിനേഷൻ ഓഫ് വേരിയേഷൻസ് ഇൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ദിസ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജസ്. Accounting standards reduce to reasonable extent or eliminate altogether any confusing variations in accounting treatment in the preparation of financial statement. ഓക്കെ, അപ്പം നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില ട്രാൻസാക്ഷൻസ് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും, ഫൈനൽ അക്കൗണ്ട്സിൽ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും, അത് എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചുള്ള കൺഫ്യൂഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്തുണ്ടെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ഐറ്റം എന്ത് ചെയ്യണം എന്ന് വ്യക്തമായിട്ടൊരു ധാരണ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ വേരിയസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലുണ്ടാകുന്ന വേരിയേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് പോയിൻറ്റ്, എലിമിനേഷൻ ഓഫ് വേരിയേഷൻസ് ഇൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, സെക്കൻഡ് വൺ, ടു റെഡ്യൂസ് കൺഫ്യൂഷൻ ഇൻ അക്കൗണ്ടിങ് പ്രാക്ടീഷണേഴ്സിൻ്റെ എന്താണ് കൺഫ്യൂഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കാം. ഓൺ ഗിവിങ് ക്ലിയർ ഗൈഡ് ലൈൻസ് ആസ് ടു ട്രീറ്റ്മെൻറ്റ് ഓഫ് സർട്ടൺ ഐറ്റംസ് വിച്ച് ക്യാൻ ബി ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി, ദ അക്കൗണ്ടിങ് പ്രാക്ടീഷണേഴ്സ് ക്യാൻ ഫോളോ വൺ മെത്തേഡ് വിച്ച് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദ സിറ്റുവേഷൻ ആസ് പെർ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പം ഓരോ ഐറ്റവും എങ്ങനെ ട്രീറ്റ് ചെയ്യണം നമുക്കറിയാം, പല രീതിയിലുണ്ട്. സപ്പോസ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നെ എടുക്കാം. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ഡിപ്രീസിയേഷൻ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ തുടങ്ങുന്ന കുറച്ച് ഏകദേശം ഒരു 10-12 മെത്തേഡ് ഓഫ് എന്തുണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട് അല്ലേ. അപ്പം ഈ ഏത് മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടുന്നത് അത് നമ്മളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ഒരു അക്കൗണ്ടിങ് പ്രാക്ടീഷണറെ സംബന്ധിച്ചിടത്തോളം അതൊരു കൺഫ്യൂഷനാണ്. അപ്പം എങ്ങനെ നമുക്ക് ആ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയിൽ ഏത് ടൈപ്പ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് ഫോളോ ചെയ്യേണ്ടത്, സപ്പോസ് ഒരു എക്സാമ്പിൾ മാത്രമാണ് മിസ് പറയുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്, നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്, അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആരുടെ കൺഫ്യൂഷൻ, ആ സപ്പോസ് ഡിപ്രീസിയേഷൻ മെത്തേഡ് ഏത് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആരിൽ നിന്ന് മാറിക്കിട്ടും, ഈ അക്കൗണ്ടിങ് പ്രാക്ടീഷണേഴ്സിൽ നിന്ന് മാറിക്കിട്ടും. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ്, റെഡ്യൂസ് കൺഫ്യൂഷൻ ഇൻ അക്കൗണ്ടിങ് പ്രാക്ടീഷണേഴ്സ് ഓൺ ഗിവിംഗ് ക്ലിയർ ഗൈഡ് ലൈൻസ് ആസ് to treatment of certain items which can be treated differently. The accounting practitioners can follow one method which is most suitable for the situation as per the accounting standards. Okay, then third point, helps in disclosure of information. There are certain areas where important information is not required to be disclosed by law, but accounting standards may call for disclosure of all such informations beyond that required by law. അപ്പം നമുക്കറിയാം, ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയും നമ്മൾ എന്തൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ പഠിക്കും, ഡിഫറെൻറ്റ് ഐറ്റം പഠിക്കും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, 2 എന്ന് തുടങ്ങുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പഠിക്കും. അതിലെല്ലാം തന്നെ ഹൗ ടു ഡിസ്ക്ലോസ് ദാറ്റ് ഐറ്റം എന്നുള്ളൊരു ഡിസ്ക്ലോഷർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ അതിലുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും, അത് എന്താണ്, ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് നിയമപ്രകാരം ഏതൊക്കെ ഏരിയയിലാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയയിൽ അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട എന്നുള്ളത് കമ്പനീസ് ആക്ട് പ്രകാരമൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഇൻഫർമേഷൻസും നിയമത്തിന് അതീതമായിട്ട് നിന്നുകൊണ്ട് എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്, ഹെൽപ്സ് ഇൻ ഡിസ്ക്ലോഷർ ഓഫ് പ്രിൻസിപ്പിൾ. helps in disclosure of information. Okay, there are certain areas where important information is not required to be disclosed by law, but accounting standards may call for disclosure of such information beyond the required by law.
Okay, then fourth point, helps in comparison of financial statement. Helps in comparison of financial statement. Okay. Accounting standard facilitate comparison of financial statement of different companies situated at different places. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഒരു രാജ്യത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ബിസിനസ് യൂണിറ്റുകളും അതനുസരിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്യണം അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരേ രീതിയിലുള്ള നോംസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുക, ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സപ്പോസ് സിമെൻറ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെങ്കിൽ അവർ അഡോപ്റ്റ് ചെയ്യേണ്ടുന്ന സം മെത്തേഡ്സും റൂൾസും ഒക്കെ ഉണ്ടാകും. അത് എല്ലാ സിമെൻറ്റ് ഇൻഡസ്ട്രീസും എന്ത് ചെയ്യും, അത് ഫോളോ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പാരിസൺ പോസിബിളാണ്. രണ്ട് ഇൻഡസ്ട്രി എടുക്കുക, സപ്പോസ് സിമെൻറ്റിൻ്റെ തന്നെ രണ്ട് ബിസിനസ് യൂണിറ്റുകൾ, ഇപ്പോൾ മലബാർ സിമെൻറ്റ് അല്ലെങ്കിൽ ശങ്കർ സിമെൻറ്റ്, അപ്പോൾ ഇതിനെ രണ്ടിനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഹെൽപ്സ് ഇൻ കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന പോയിന്റിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, helps to increase the confidence of investors. Helps to increase the confidence of investors. With the preparation of financial statement as per accounting standards, window dressing of the statement can be reduced to a great extent, which in turn will improve the confidence of investors. Okay, അപ്പം നോക്കെ നമുക്കറിയാം വിൻഡോ ഡ്രസ്സിങ് ഇല്ലാത്ത ഒന്നിനെ കൂടി നമ്മൾ എന്താ ഉണ്ട് എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിൽ കൂടി ഇല്ലാത്ത ഐറ്റംസിനെ, ഇല്ലാത്തൊരു അസറ്റിനെ ഉണ്ടെന്ന് കാണിക്കുകയാണ് വിൻഡോ ഡ്രസ്സിങ്ങിൽ കൂടി ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉള്ള ആ സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വൽ ഇൻഫർമേഷൻ ആ ബിസിനസ് യൂണിറ്റിലുള്ള ഇൻഫർമേഷൻ തന്നെയായിരിക്കും ഇതിൽ നിന്ന് കിട്ടുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുക അല്ലേ. ഇപ്പോൾ വിൻഡോ ഡ്രസ്സിങ്ങിൽ ഇപ്പോൾ പ്രോഫിറ്റ് കൂട്ടി കാണിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ഇപ്പോൾ ക്യാപിറ്റലിനോടൊപ്പം ആ റിസർവ്സ് ഇത്രയുണ്ട് എന്നുള്ളതൊക്കെ കൂട്ടി കാണിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ വിൻഡോ ഡ്രസ്സിങ് ആക്ടിവിറ്റീസിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള വിൻഡോ ഡ്രസ്സിങ് ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത്, ഹെൽപ്സ് ടു ഇൻക്രീസ് ദ കോൺഫിഡൻസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് പെർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, വിൻഡോ ഡ്രസ്സിങ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് to a great extent, which in turn will improve the confidence of investors. Last point, helps to reduce fluctuations in the value of shares. Helps to reduce the fluctuations in the value of shares. Manipulation in trading result to cheat investors can be reduced to a great extent on following accounting standards while preparing the financial statement. This results in steady share market where there is less fluctuations in the value of shares. Okay. അപ്പോൾ നോക്കാം, ട്രേഡിംഗ് റിസൾട്ടിലുണ്ടാകുന്ന മാനിപ്പുലേഷൻസ് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത് വഴി തന്നെ നമ്മൾ അപ്പം ട്രേഡിംഗ് റിസൾട്ട് ഇപ്പം തെറ്റായിട്ടുള്ള ഒരു എക്സ്പെൻസസ് നമ്മൾ കുറച്ച് കാണിക്കുക, കൂടുതലുള്ള ഒരു എക്സ്പെൻസ് കുറച്ച് കാണിക്കുക, അല്ലെങ്കിൽ എക്സ്പെൻസ് കൂട്ടി കാണിക്കുക. അപ്പോൾ പല രീതിയിൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രോഫിറ്റബിലിറ്റി കൂടുതലാണെന്ന് കാണിക്കണം, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി നല്ലതാണ് എന്ന് കാണിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അധികം ഉണ്ടായ ഒരു എക്സ്പെൻസിനെ ഇല്ലാതാക്കുകയും ഇല്ലാത്തൊരു ഇൻകത്തിനെ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കാം. അപ്പം അങ്ങനെയുള്ള മൽപ്രാക്ടീസസ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴി അതൊരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ദിസ് റിസൾട്ട് ഇൻ സ്റ്റഡി ഷെയർ മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിൽ ഷെയർസിൻ്റെ വാല്യൂ ഒരിക്കലും വലിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകാതെ ഏറെക്കുറെ സ്റ്റഡി ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റിന് സഹായിക്കും. അങ്ങനെ 6 ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നീഡ്സ് അല്ലെങ്കിൽ പർപ്പസ് ആണ് ഇതിനുള്ളത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് ഉള്ളത്. ഓക്കെ, dear students, watch and listen the lecture carefully and write the assignment question. What are the objectives of accounting standard? What are the objectives of accounting standard?